സിത്തിര കൊള്ളി സിൽക്കുനാള് പ്രിയാന്ന് വിളിച്ച് കേൾക്കാൻ എനിക്ക് ഇഷ്ടം. മനസ്സ് ഞാൻ വായിച്ചെടുത്തു. പിള്ളേരുടെ മനസ്സ് പെട്ടെന്ന് വായിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഹിന്ദിയിൽ ചോദിക്കണം. അവൻ വണ്ടി മോട്ടിച്ചോന്ന് ചോദിക്കാനാണോ നിന്നോട് പറഞ്ഞത്? അതെ, ഞാനത് ചോദിച്ചല്ലോ. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? അപ്പൊ അവൻ പറയുന്നു ഞാൻ വണ്ടി മോട്ടിച്ചിട്ടില്ലെന്ന്. ഞാൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുന്നു. ഇതെത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും ഉയർത്തി. ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി കേട്ടിട്ടുണ്ടോ? പറട്ടെ, നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. Comedy Super Nite powered by Gobo Nandalan G1, co-presented by Kairali TMT Steel Bars. Comedy Super Nite ന്റെ ഇന്നത്തെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടനെ. നമസ്തേ, സുഖമല്ലേ എല്ലാവർക്കും? അപ്പൊ എപ്പിസോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അശ്വതിക്ക് സുഖമാണോ? എനിക്ക് സുഖം. ചേട്ടന് തലയ്ക്ക് എന്തോ ഒരു വ്യത്യാസം? എനിക്ക് തലയ്ക്ക് സുഖമൊന്നും ഹെയർ സ്റ്റൈലിൽ വ്യത്യാസം. അതുകൊണ്ട് അശ്വതിക്ക് മാത്രം ഇങ്ങനെ ഹെയർ സ്റ്റൈലിഷിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ റൗണ്ട് ചെയ്യുക, ചുരുട്ടുന്നു, ഹീറ്റ് അടിക്കുന്നു, അതൊന്നും പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പഴയ ഹെയർ സ്റ്റൈലിഷിനെയൊക്കെ മാറ്റി ഇപ്പൊ പുതിയ ഒരു ഹെയർ സ്റ്റൈലിഷിനെ ബോംബെന്ന് കൊണ്ടുവന്നു. ഒരു ബോംബെ വാല. കാശ് മുടക്കി. അതെന്താ, നമ്മള് എപ്പോ ചെയ്യുമ്പോഴും ഇതുപോലെ നല്ല വെറൈറ്റി ഡിസൈൻ ഒക്കെ ചെയ്തു തരുന്ന ഒരു കിടില ഹെയർ സ്റ്റൈലിഷാണ്. പരിചയപ്പെടണോ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാം കേട്ടോ. അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടുത്താം. ബോംബെ വാല റജി. വെൽക്കം റജി. ഹലോ. ഇതാണ് എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് മിസ്റ്റർ റജി. വെറും റജി അല്ല, പിന്നെ ബോംബെ വാല റജി കപൂർ. കപൂർ ആള് കപൂർ ആണെങ്കിലും പക്ഷെ നല്ല വർക്കാ. അത് കണ്ടപ്പോ മനസ്സിലായി. അല്ല ചേട്ടൻ ഈ കപൂർ ഫാമിലിയുടെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. നമ്മൾ ബോംബെയിലൊക്കെ ചെന്നതല്ലേ, അതുകൊണ്ട് പേരിന്റെ അങ്ങേയറ്റത്ത് കപൂർ അല്ലെങ്കിൽ ഖാൻ എന്നും കൂടെ ചേർക്കണം, അല്ലെങ്കിൽ ഭയങ്കര മോശമാണ്. അതുകൊണ്ടാ. പുള്ളി മലയാളിയായിരുന്നു, ബോംബെ ചെന്നാണ് ഇപ്പൊ ഇത്രയും സ്റ്റൈലൊക്കെ പഠിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ സമ്മതിച്ചു കൊടുത്തത്. സത്യം, ഇങ്ങനെയുള്ള ആളെ തന്നെ കൂടെ നിർത്തണം. മമ്മൂക്ക വിളിച്ചു, ലാലേട്ടൻ വിളിച്ചു, പൃഥ്വിരാജ് വിളിച്ചു, പോയില്ല. എന്റെ കൂടെ മാത്രമേ നിൽക്കുമെന്ന് എനിക്ക് വാക്ക് തന്നു. അതെന്താ ശരിക്കും? അതെന്താന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, എനിക്ക് ഈ ജോലി ചെയ്യാതെ കൂലി മേടിക്കുന്നതിന് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഒരു സൗന്ദര്യം നേരത്തെ പോലെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് വലിയ പണിയൊന്നും വരത്തില്ല. ഇതങ്ങനെ വല്ലതും ആണോ? നമ്മൾ എന്തോരം പണിതാലാന്നറിയോ ഒരു മനുഷ്യ കൊലത്തിൽ എത്തിക്കാൻ പറ്റുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, കറക്റ്റ് ഇങ്ങനെ എല്ലാം പൊക്കി വെച്ച് സൈഡൊക്കെ വെട്ടി, ഇതെങ്ങനെ പറ്റുന്നു? അത് ഭയങ്കര ഒരു സംഭവം. ഒരേ ലെവലൊക്കെ ഭയങ്കര പാടാ. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പുള്ളിക്കാരനെ വിളിച്ചോട്ട് അവിടെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ പോയി ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാഷണൽ പാർട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറയുമ്പോ പുള്ളിക്ക് ഒരു രോമാഞ്ചവാ. ആ സമയത്ത് മുടിയെല്ലാം കൂടെ ഇങ്ങനെ എഴുന്നേറ്റ് വരും. അങ്ങനെ വന്ന് വെട്ടി അങ്ങ് ഒതുക്കും. ഈ പുതിയ പുതിയ സ്റ്റൈലുകൾ എങ്ങനെയാ, കുറെ റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണോ എന്നും ഈ പുതിയ പുതിയ സ്റ്റൈലുകളൊക്കെ കണ്ടുപിടിക്കുന്നത്? അയ്യോ, അങ്ങനെ അങ്ങനെ ഒരു റിസർച്ചും ഇല്ല. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ ഷേവ് ചെയ്യാണ്. ഷേവ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും മതി കയ്യ വന്നിങ്ങനെ തട്ടും. അന്നേരം ഇത് വല്ലാതായി പോവും, വൃത്തികേടായി പോവും. ഞാൻ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഈ സൈഡിലും വൃത്തികേടാക്കി വെക്കും. അപ്പൊ അതൊരു പുതിയ സ്റ്റൈലായി. മനസ്സിലായോ? പിന്നെ ഈ സൈഡ് പോലെ അപ്പുറത്തെ സൈഡ് ഒപ്പിക്കാനാ ഒരു പാട്. എന്തേ, നമുക്ക് പുതിയൊരു സ്റ്റൈൽ പരീക്ഷിക്കണ്ടേ? അങ്ങനെ വേണ്ട. ഇതുപോലെ പിന്നെ തന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ തല തരുന്നത്. ഞാൻ ഇനി തല തരുന്ന പരിപാടിയില്ല. എന്റെ പൊന്നു ചേട്ടാ, ഈ തല കൊണ്ട് ചേട്ടനോ ഒരു ഉപയോഗമില്ല. അയാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുത്തേ. ഇതാ കുഴപ്പം. ബോംബെയിലൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ, ബാൽ ഘാട്ടിനൊക്കെയാന്ന് പറഞ്ഞാണ്ടല്ലോ, ഷാരൂഖ് ഖാനും അമീർ ഖാനും ഒക്കെ ഓടി വരും. അതെന്താ ഈ ബാൽ ഘാട്ടിനെ ഹേക്കാന്ന് വെച്ചാൽ? അയ്യോ, ഹിന്ദി ഒന്നും അറിയത്തില്ലയോ? ഇല്ല. ബാൽ എന്ന് വെച്ചാൽ മുടി. മുടി.
എന്ന് പറഞ്ഞാൽ മുടി വെട്ടാൻ വരൂ. ആ മുടി വെട്ടണമെന്ന് ചോദിക്കുന്നതാണല്ലേ? ചോദിക്കുവാ. അപ്പൊ അവര് ഓ അങ്ങനെ. അപ്പൊ ബാൽ, മുടിക്ക് ബാൽ എന്നാണ് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മീശയ്ക്ക് എന്തോ പറയും ഹിന്ദിയിൽ? മീശയ്ക്ക് പറ. മീശയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അതെന്തേ? അതല്ലേ ഹിന്ദിയുടെമാരും മീശ വെക്കാത്തത്. ഹിന്ദിയിൽ അങ്ങനെ പ്രത്യേകിച്ച് വാക്കില്ല. ഇല്ല. ഒന്ന് വാങ്ങേ നമുക്ക്. ഇനി തന്നോടൊപ്പം ഒരു പരീക്ഷണത്തിന് ഞാൻ ആളല്ല, ഞാൻ വരെയില്ല. തന്നെ മാറ്റി പൊക്കോ. ഒരു കാര്യം ചെയ്യും. തനിക്ക് പുതിയ 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 സാധനങ്ങൾ പരീക്ഷിക്കാൻ എന്റേതല്ലേ? എനിക്ക് പരീക്ഷ നടത്തിയേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ആരെയും ഒന്ന് വിളിച്ച് റെഡിയാക്കിത്താ. അത് ശരി. തനിക്ക് പരീക്ഷിക്കാൻ ഞാൻ ഇവിടെ നാളെ അനൗൺസ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റണോ? എന്നിട്ട് വേണം എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് പരീക്ഷണം നടത്താൻ. അതൊന്നും പറ്റില്ല. താൻ ഇവിടെ പറഞ്ഞതെല്ലാം ആൾക്കാർ കേട്ടോണ്ടിരിക്കല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, സുരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന പുതിയ പടത്തില് കൂടെ ഒന്ന് അഭിനയിക്കാനാന്ന് പറ. അങ്ങനെ ആരെങ്കിലും കയറി വന്നാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരില്ല. ഞാൻ നായകനായ പടത്തിൽ. ഓ ശരിയാണല്ലോ, ഞാൻ അതങ്ങ് മറന്നും പോയി. ഒരു കാര്യം, മമ്മൂട്ടി നായകനാകുന്ന പടത്തിൽ കൂടെ അഭിനയിക്കാൻ ഒന്ന് പറഞ്ഞു നോക്കാം. മമ്മൂക്ക നായകനാകുന്ന പടത്തിലേക്ക് ഒരു വേഷമുണ്ട്. ആർക്കെങ്കിലും അഭിനയിക്കണമെങ്കിൽ പെട്ടെന്ന് വന്നാൽ ഇദ്ദേഹമാണ് ഹെയർ സ്റ്റൈലിസ്റ്റ്. അദ്ദേഹത്തിന് അത് ക്ലിയർ ആക്കാനാണ്. ഇപ്പോഴേ ആരെങ്കിലും ഉണ്ടോ അഭിനയിക്കാൻ താല്പര്യമുള്ള? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വാടാ, ഇന്ന് നിന്റെ വിധിയാ വിധി. ഇങ്ങോട്ട് വാ. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എന്താ പേര്? അക്ഷയ്. എവിടെ സ്ഥലം? കരുവാറ്റന്ന് അക്ഷയ് എത്തിയിരിക്കുകയാണ്. കരുവാറ്റ സ്ഥലം അക്ഷയ്. മമ്മൂട്ടിയോട് അഭിനയിക്കാൻ പോവാ ആണല്ലേ? ഇത് കൊണ്ടുപോയി നീ വൃത്തിയുടെ ഷേപ്പ് ഒന്നും വരരുത്. നല്ല കിട്ടിലമാക്കി ഇവിടെ കൊണ്ടുവരണം. ഓക്കെ മോനെ, അതിന് അവസരം കിട്ടിയേക്കണോ? ഒന്ന് ഹെയർ സ്റ്റൈലിഷ് ചെയ്യും കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇവിടെ വേറെ. പിന്നെ നീ ഇങ്ങോട്ട് നോക്കിയേ, നീ മമ്മൂട്ടിയുടെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കാൻ പോകുന്നത് മനസ്സിലായോ? അപ്പൊ നീ ഒന്ന് മോൻ ആങ്കിള് മേക്കപ്പ് ചെയ്യുമ്പോൾ മോൻ കണ്ണടച്ചിരിക്കണം. പിന്നീടാണ് മാജിക്. ഓക്കെ? ഇനി നമുക്ക് പതിപോലെ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഗസ്റ്റ് അവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും അവിടെ ഇനി വെയിറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. അതെ, ആരാണ് ഇന്നത്തെ ഗസ്റ്റ്? മലയാള സിനിമയിലെ 2 യുവതാരങ്ങളാണ് നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളോത്സവം എന്ന ചിത്രത്തിലൂടെ നായികയായി മലയാള സിനിമയിലേക്ക് എത്തിയ വിഷ്ണുപ്രിയ, ഒപ്പം കാസിനോവ, ഗ്രാൻഡ് മാസ്റ്റർ തുടങ്ങിയ ചിത്രങ്ങളിൽ ഉഗ്രൻ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ച അർജുൻ. ജിംഗിലിയ ചിത്തിര കൊള്ളി സിൽക്കുറാള്. ജിംഗലിയ സിത്തിര കൊള്ള കലകരാണ്. ജിംഗിലിയ ചിത്തിര കൊള്ളി സിൽക്കുറാള്. ജിംഗലിയ ചിത്തിര കൊള്ള കലകരാണ്. സിക്ക വച്ചാളെ സുക്ക വച്ചാളെ നക്ഷത്രം സുത്തും കണ്ണാളെ. മച്ചാനെ വെച്ചാനെ കൊച്ചി വെച്ച കണ്ണാലെ. അടിവട്ടയില സ്വാമി തുണ മെത്തയില നീതോ. ജിംഗിലിയ ചിത്തിര കൊള്ളി സിൽക്കുറാള്. ജിംഗലിയ ചിത്തിര കൊള്ള കലകരാണ്. நேத்து ராத்திரி நேரில் வந்துட்டா. எலுமிச்சம் தோலுக்குள்ள பம்பாளத்தை வச்சோக்குள்ள நீ எல்லாமா பாடோம். கூடை பூவை மூடி வச்சு கொள்ளாதடியாள. ஜிங்கிலியா சித்திர கொள்ளி சிலுக்குறாளே. ജിംഗലിയ ചിത്തിര കൊള്ള കലകരാണ്.
ദ ഷോ. എന്തുണ്ട് വിശേഷങ്ങൾ അർജുൻ? നല്ല വിശേഷം ചേട്ടാ, അങ്ങനെ പോകുന്നു. ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ സിനിമയാണല്ലോ ജമുന പ്യാരി. ജമുന പ്യാരിയിലെ ഒരു വില്ലനായിരുന്നു ഈ നിൽക്കുന്ന അർജുൻ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കൂടുതലും വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് അർജുൻ. നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന എല്ലാം വില്ലൻ കഥാപാത്രങ്ങൾ. അതെ, പറയൂ പ്രിയ. വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ അതന്നെ. സ്നേഹത്തോടെ പറയൂ. അല്ല, എനിക്ക് ഞാനൊന്ന് ഞെട്ടിയത്. സാധാരണ എല്ലാരും എന്നെ വിഷ്ണു വിഷ്ണു എന്നാ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് സാധാരണ എല്ലാരും എന്നെ പ്രിയ എന്ന് വിളിച്ച് കേൾക്കാൻ എനിക്ക് ഇഷ്ടം. അങ്ങനെ കണ്ട അതാ മനസ്സ്, ആ മനസ്സ് ഞാൻ വായിച്ചെടുത്തു പ്രിയ. പെൺപിള്ളേരുടെ മനസ്സ് പെട്ടെന്ന് വായിക്കും. അതുകൊണ്ടൊന്നുമല്ല, എന്റെ ഭാര്യയുടെ പേര് സുപ്രിയ എന്നാ, പക്ഷെ ഞാൻ പ്രിയ പ്രിയ എന്നാണ് വിളിക്കുന്നത്. പ്രിയ എന്ന പേര് പിന്നെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അതുപോലെ തന്നെ തമിഴിലും എല്ലാ മിക്ക നായികമാർക്കും ഉള്ള പേരാണ് അല്ലേ? അത് ശരിക്കും എനിക്കൊരു നെഗറ്റീവായിട്ട് വന്നിട്ടുമുണ്ട്. കാരണം എന്നെ കാണുമ്പോൾ ആർക്കും വിഷ്ണുപ്രിയ എന്ന് വിളിക്കില്ല. ഒന്നെങ്കിൽ ലക്ഷ്മി പ്രിയ, പത്മപ്രിയ, അങ്ങനെ ശിവപ്രിയ, ഹരിപ്രിയ. ആരെങ്കിലും ഒന്ന് വിഷ്ണുപ്രിയ എന്ന് വിളിക്കുവോ? അപ്പൊ ഇപ്പൊ നമ്മൾ വിളിക്കുന്നു, എല്ലാവർക്കും കൂടെ വിളിക്കാം വിഷ്ണുപ്രിയ. അത് നമ്മൾ ഈ ഷോയുടെ എങ്കിലും ആലോചിക്കും പറയണോ വേണ്ടത്. നമ്മൾ കഥകളൊക്കെ പറയുന്ന പോലെ ഇരിക്കും അല്ലേ ചേട്ടാ? അർജുൻ ജിമ്മിലൊക്കെ പോവാറുണ്ടോ? ജിമ്മിൽ പോകാറില്ല കേട്ടാ. നമ്മളവിടെ ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട്, CCL ഉള്ളതുകൊണ്ട്, ഓട്ടം ചാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അപ്പൊ ക്രിക്കറ്റ് അഗ്രഗണ്യനാണ്. കുഴപ്പമില്ല, കളിക്കും. അങ്ങനെ ആദ്യം ഏത് ഷോയിൽ നിന്നാണ് സിനിമയിലേക്ക് സെലക്ട് ആകുന്നത്? ഞാൻ 2007 വന്നത്. ഏഷ്യാനെറ്റിലൊരു സ്ക്രീൻ ടെസ്റ്റ് റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൽ ആക്ടിങ്ങും ഡാൻസിങ്ങും ഒക്കെ ആയിട്ട് നമ്മുടെ റോഷൻ സാറായിരുന്നു അതിന്റെ ജഡ്ജ്. റോഷൻ ആൻഡ്രൂസ്. അതെ, റോഷൻ ആൻഡ്രൂസ്. അപ്പം അന്ന് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പം അന്ന് അദ്ദേഹം തന്ന ഓഫറാണ് അടുത്ത മൂവിയിലൊരു ക്യാരക്ടർ. അടുത്ത ഏതായിരുന്നു ആ മൂവി? മൂവിയായിരുന്നു കാസിനോവ. ഓ, അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. നമ്മളോ? ഞാന് കൊച്ചിലെ തൊട്ട് എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സിനിമ ക്രേസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോഴും പ്രേം നസീർ സർ, ഷീല മാം അവരുടെ ഡൈഹാർട്ട് ഫാനാണ് അമ്മ. എന്റെ മൂത്ത് 2 ചേട്ടന്മാരാണ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടാവണമെന്ന്. അപ്പൊ അങ്ങനെ നേർച്ച നേർന്നൊക്കെയാണ് എന്നെ കിട്ടിയത്. സത്യം, ഞാനും അമ്മയോട് ചോദിക്കും, ഇങ്ങനെ നേർച്ച നേർന്നിട്ട് ഇങ്ങനത്തെ സാധനങ്ങളെയൊക്കെയാണോ കിട്ടുന്നത്? അത് അമ്മ തന്നെ ചോദിച്ചു അല്ലേ? അല്ല, എനിക്ക് തന്നെ ചിലപ്പോ തോന്നാറുണ്ട്, നോയമ്പൊക്കെ നോറ്റിട്ട് ഇങ്ങനെയൊക്കെയാണോ കിട്ടുന്നത്? ഇല്ല വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയക്ക് ഒരു കുഴപ്പമില്ല. നല്ല സുന്ദരിയായ ഒരു മകളെ തന്നെയാണ് അമ്മയ്ക്ക് കിട്ടിയത്. അത് കാരണം നമുക്ക് മലയാള സിനിമയ്ക്ക് നല്ലൊരു നടിയേയും കൂടെ കിട്ടി അല്ലേ? മാത്രമല്ല നല്ല ഡാൻസർ കൂടിയാണ് അല്ലേ? ഈ അടുത്ത കാലത്ത് ചെറിയൊരു ആക്സിഡന്റ്. നമുക്ക് വിഷ്ണുപ്രിയെന്ന് നമുക്കൊരു അന്യ ആളാണെന്ന് തോന്നൂല. എപ്പോഴും നമ്മളാളെന്നുള്ള ഒരു തോന്നലുണ്ട് ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക്. കാരണം നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന ഒരു ഫേസ് ആണ് നമ്മുടെ സ്റ്റാർ ചലഞ്ചില്. അതെ, അതിന്റെ ഒരു കഥയുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് അപ്പൊ അവിടുന്ന് നേരെ സെലക്ട് ചെയ്തിട്ട് നേരെ സാറിന്റെ കാസിനോവ എന്ന സിനിമയിലായിരുന്നു ആദ്യ പോക്ക് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കാസിനോവയില് ലാലേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ്? ഞാൻ ലാലേട്ടൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിന് വന്നത് ഭയങ്കര സന്തോഷകാര്യമായിരുന്നു. ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആ ഒറ്റ സിനിമയിൽ എനിക്ക് നടന്നു. അപ്പം കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ ആഗ്രഹങ്ങളാ? അഭിനയം ഓക്കെ, അടുത്ത ആഗ്രഹം ഏതായിരുന്നു? കേൾക്കുമ്പോൾ ചെറിയൊരു ആഗ്രഹങ്ങൾ, പക്ഷെ ഞാൻ പറയാം, എനിക്ക് ഫ്ലൈറ്റ് കയറാൻ വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അതുവരെ ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടില്ലായിരുന്നു. അപ്പൊ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ഞാൻ ദുബൈയിൽ പോവാണ് ഇതിന്റെ ഷൂട്ടിനായിട്ട്. അത് ഏറ്റവും ബെസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, എമിറേറ്റ്സ്. ദൈവം സഹായിച്ചു. പിന്നെ എനിക്ക് സ്പോർട്സ് ബൈക്ക് ഓടിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ വില കൂടിയ കാറ്, പിന്നെ എനിക്ക് കോട്ടും സൂട്ടിട്ട് നടക്കണം. വില കൂടിയ കാർ ഓടിക്കണമെന്നുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് വാങ്ങി ഓടിക്കണം. സ്വന്തമായിട്ട് ഇപ്പൊ തൽക്കാലം വാങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എവിടെന്നെങ്കിലും ഓടിച്ചാൽ ആഗ്രഹം തീർക്കാം. എവിടുന്നെങ്കിലും അല്ല, നമുക്ക് വാങ്ങി ഓടിക്കണമെന്ന് ചെറുതിലെ തൊട്ട് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വേണം. ആഗ്രഹത്തിനൊത്ത് നമ്മൾ അവിടെ എത്താൻ. ആഗ്രഹം കൊണ്ടാണ് പടിപടിയായിട്ട് നമ്മൾ അടുത്തടുത്ത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്. ആദ്യം ഓടിച്ചു നോക്കും, കൊള്ളാമെങ്കിൽ നമ്മൾ മേടിക്കും. അതെ, ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. അപ്പൊ ആ കൊച്ചാഗ്രഹം, അത് കൊച്ചാഗ്രഹം അല്ല, വലിയ വണ്ടിയൊക്കെ ഓടിക്കണമെന്നുള്ളത് ചെറിയ ആഗ്രഹം അല്ല. അപ്പം നമ്മൾ വലുത് ആഗ്രഹിച്ചാലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ, അതായത് എനിക്ക് വലിയ കാര്യങ്ങൾ ഒരുപാട് ആ സിനിമ നടന്നു. അത് ഒരു ന്യൂ കമർ എന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്. ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ സുരേഷ് ഗോപി, ദിലീപ്, ജയറാം ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. മാത്രമല്ല കേട്ടോ, അന്നത്തെ അതിന്റെ ഡയറക്ഷൻ സൈഡായാലും ശരി, ടെക്നിക്കൽ സൈഡും ആക്ടിങ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയ വലിയൊരു മൂവി ആയിരുന്നത്. അപ്പൊ അതിൽ തന്നെ തുടക്കം കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യ ഷോട്ട് ചെന്ന് അഭിനയിക്കുന്നവർക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് ഷോട്ട്, എന്റെ ആദ്യത്തെ ഷോട്ട് ആക്ച്വലി ഞാൻ വെളുപ്പിനെ ഞങ്ങൾ 6-7 മണിക്ക് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്റെ ഷോട്ട് എടുത്തത് പിറ്റേ ദിവസം വെളുപ്പിനെ 4 മണിക്കാണ്. അതെന്താ അത്രയും നേരം അവിടെ കൊണ്ടിരുത്തിയിരുന്നോ?
അത്രയും നേരം ഞങ്ങൾ റൂമിൽ റെഡി ആയിട്ടിരിക്കുന്നത്. കാരണം അന്ന് ലാൽ സാറിനുണ്ടായിരുന്നു, ജഗദീഷ് ചേട്ടൻ, അങ്ങനെ എല്ലാ സീനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഈ സീൻ തീരാൻ കുറച്ച് ലേറ്റായി, ലൊക്കേഷൻ പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് ഡയലോഗ് എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, വെളുപ്പിന് 3-3:30 ആയപ്പോഴാണ്. അപ്പം ഞാൻ എനിക്ക് കാണാം ഈ ക്യാമറയുടെ അസിസ്റ്റൻസ് അല്ല എല്ലാവരും അവർക്ക് ഉറക്കം തൂങ്ങിക്കുക. അപ്പം ഞാൻ വന്നപ്പോഴും അവരുടെ മൈൻഡിൽ ഇത് തന്നെ ദയവായിരുന്നു പുതിയ എടുത്ത് ഇനി എത്ര ടേക്ക് എടുക്കും, കാരണം അവർക്ക് ഉറങ്ങണമല്ലോ. അല്ലെങ്കിൽ തന്നെ റോഷൻ പെർഫെക്ഷൻ ഒരുപാട് നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്കറിയാം ഇവനിപ്പോഴെങ്കിലും ശരിയാക്കില്ല, ഇനി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഫീൽ എല്ലാവരും മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അതായത് ആദ്യത്തെ ഷോട്ട് മറക്കില്ല. വിഷ്ണുപ്രിയയുടെ ആദ്യത്തെ മൂവി, ആദ്യത്തെ സീൻ എൻ്റെ ഫസ്റ്റ് സ്പീഡ് ട്രാക്ക് ആയിരുന്നു. ഫസ്റ്റ് മൂവി സ്പീഡ് ട്രാക്ക് ആയിരുന്നു. അതിൽ ഫസ്റ്റ് സീൻ ഒരു ലവ് ലെറ്റർ വായിക്കുന്ന സംഭവം. അടിപൊളി. അല്ല അത് പിന്നെ നമുക്ക് കൂടുതൽ റിഹേഴ്സൽ ഒന്നും വേണ്ടി വന്നില്ല. ഇതിന് മുമ്പ് വല്ല ചെയ്തിട്ടുണ്ടോ ലവ് ലെറ്റർ വായിക്കുന്നത്? ഞാൻ എഴുതിയിട്ടില്ല, ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് കിട്ടിയത്. അത് തന്നെ, ഇത് വായിക്കുന്നതല്ലേ? അത് ആക്ച്വലി ഒരു വൈറ്റ് ഷോട്ട് ആയിരുന്നു. അപ്പൊ ഞാനും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എനിക്ക് ക്യാമറയെ കുറിച്ച് ഒന്നും അറിയില്ല, സിനിമയെ കുറിച്ച് ഒന്നും അങ്ങനെ ഷൂട്ടിംഗ് പോയി പരിചയം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു, ഒന്നുമില്ല, ഈ സീനിൽ ജസ്റ്റ് ലവ് ലെറ്റർ വായിക്കുന്ന ഒരു സംഭവമാണ്, ഇവിടെ വന്നിട്ട് 2-3 സ്റ്റെപ്പ് ഫ്രണ്ടിൽ വന്ന് നിന്നാൽ മതി. അപ്പൊ ഇതിൽ ശരിക്കും ഒരു ലവ് ലെറ്റർ ഇത് എഴുതിയിട്ടുണ്ട്, നല്ല വരികളൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ ആസ്വദിച്ച് വായിച്ച് സ്റ്റാർട്ട് പറഞ്ഞു, കട്ട് പറഞ്ഞു. അവര് സാധനങ്ങളൊക്കെ എടുത്ത് പോവുകയും ചെയ്തു. ഞാൻ എന്നിട്ടും അവിടെ നിൽക്കുക, കാരണം എനിക്ക് ഉള്ളിൽ പേടിയുണ്ട്, ഇനി ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു വഴക്ക് പറയും, അങ്ങോട്ട് നോക്കാൻ പറ്റുമോ, കാരണം ഫസ്റ്റ് ഷോട്ടല്ലേ, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അപ്പോഴത്തേക്ക് അവർ കട്ടൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞു അവിടുന്ന്. അപ്പോഴാ മറ്റേ പ്രൊഡക്ഷൻ ചേട്ടന് വന്നിട്ട് മോളെ ആ ഷോട്ട് കഴിഞ്ഞു പോകും. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കണ്ടു സ്റ്റാർ ചലഞ്ചിൽ ഇങ്ങനെ കാലൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, എന്ത് പറ്റിയത്? അത് ആക്ച്വലി ഒരു ഫയർ വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. ശരിക്കും തീ കനല് ഇട്ടിട്ട് നമ്മൾ അവിടുന്ന് അവര് പറഞ്ഞത് നടന്നു പോകാനായിരുന്നു. പക്ഷെ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഓടാനല്ലേ തോന്നുള്ളൂ, ഇതിന്റെ മണ്ടയ്ക്ക് നടന്നു പോകാനൊന്നും തോന്നില്ല. നടക്കണം. അപ്പോ എനിക്ക് മുന്നേ 2 പേര് ചെയ്തായിരുന്നു. അവർക്ക് കാര്യമായിട്ട് ഒന്നും പൊള്ളിയില്ല, ചെറുതായിട്ട് അവിടെ ഇവിടെ ബ്ലിസ്റ്റേഴ്സ് പോലെ വന്നു. പക്ഷെ ഇവര് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ വിഷ്ണു ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ബൈറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങോട്ട് കത്തി 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 അങ്ങ് ഭയങ്കര ചൂടായി കിടക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓടാൻ നിൽക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഇത് പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതി, ഒരു 2 സെക്കൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ, ഓടിപ്പോവാന്ന് വിചാരിച്ചു. അപ്പൊ അവരിങ്ങനെ ഒരു ജോഗിങ് ഒരു ഇതില്ല പറഞ്ഞത് ചെയ്യാൻ. എനിക്കാണെങ്കിൽ ഇവര് 2 പേര് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഒറ്റ ഒരു ഓട്ടോ ഓടി. അപ്പോഴത്തേക്ക് എന്റെ കാല് അതിനകത്ത് മൊത്തം കൂടെ പൊതഞ്ഞു പോയി. അതുമല്ല, ഞാൻ എന്റെ ഷൂ ഇട്ടിട്ടുണ്ട്, ഷൂവും സോക്സും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. എന്നോട് പറഞ്ഞില്ല, വേർപ്പുണ്ടെങ്കിൽ തുടയ്ക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷൂ ഊരി സോക്സ് ഊരി. അപ്പൊ കാലിൽ കുറച്ച് വേർപ്പുണ്ടാവല്ലോ ഒബ്വിയസ്ലി. അപ്പൊ ആ ഒരു വേർപ്പാന്ന് തോന്നുന്നു, എന്റെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോ ഒരു കനല് പീസ് എന്റെ കാലിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. എന്നിട്ട് ഒരു ചെറിയൊരു ടബ് പോലത്തെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം വെള്ളം നിറച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് പോയി ഓടി നിന്ന് അതിനകത്ത് കാല് വെക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പീസ് കാലിൽ സ്റ്റക്കായി കിടപ്പുണ്ടെന്ന്. അതങ്ങോട്ട് 2nd ഡിഗ്രി ബേൺ ആയി, ഇൻഫെക്ഷൻ ആയി. 4 ആഴ്ച സ്റ്റാർ ചലഞ്ചിൽ നമ്മള് സ്റ്റാർ ചലഞ്ച് കാണുമ്പോ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ ചിലപ്പോ ഇനി നമ്പർ ആണോ എന്നൊക്കെ വിചാരിക്കും. ഹീലിന് മേളിൽ നിൽക്കുകയാണെങ്കിലും അടിയിൽ പക്ഷെ നമ്പർ ആണോ എന്നൊക്കെ പലർക്കും തോന്നും, പക്ഷെ നമ്പർ ഒന്നും അല്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഇത് ആ ഒരു സീക്വൻസ് കഴിഞ്ഞ് എന്റെ ബൈറ്റ് എടുത്ത് കഴിഞ്ഞ് എനിക്ക് ഇത് എപ്പിസോഡ് റിലേ ആയി കഴിഞ്ഞപ്പോൾ, ടെലികാസ്റ്റ് ആയി കഴിഞ്ഞപ്പം എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു, നീ ഇതിനു വേണ്ടി അഭിനയിച്ചതല്ലേ എന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട് ഭയങ്കര വിഷമമായി, കാരണം ഞാൻ അത്രയ്ക്കും വേദന സഹിച്ചിട്ട് 4 ആഴ്ച കാല് ഫുള്ള് ഡ്രസ് ചെയ്തിട്ട് നടന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ അഭിനയിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫീൽ ആയി. മനസ്സിലായല്ലോ, അവർക്കൊരു ചാലഞ്ച് തന്നെയായിരുന്നു. അവര് നിങ്ങൾ അതിനകത്ത് കാണുന്നതൊക്കെ ഭയങ്കര റിയൽ ആയിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരു അല്പസമയം, ഒരു ചെറിയ വിശ്രമം. വിശ്രമം തകർപ്പം പരിപാടി നടക്കാൻ പോകുന്നത്. താങ്ക് യു. ഇതൊക്കെ നിസ്സാര സംഭവം ആണോ? ഇത് ശരിക്കും ഇത് റെജിയാണോ ഇത് ചെയ്ത്? അതെ അതെ. ദൈവമേ, താമരമുട്ട് പോലെ ഇരുന്ന തലയാ ഇപ്പൊ താമരച്ചേരി ചുരം പോലെയായി.
എന്തായാലും ബാക്ക് എല്ലാരും ഒന്ന് കണ്ട. പുറകെ ലവ് ആ കേട്ടോ. ലവ് ആണോ? അത് ലവ് ഒക്കെ ഇനി വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. റജി, നിങ്ങൾ ബോംബെയിൽ പോണ്ട, നിങ്ങൾ നാട്ടിൽ നിന്നാ മതി. വലിയൊരു കലാകാരനാണ്. ഞാൻ നാട്ടില് തിരുവല്ലയില് ഒരു ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വാമി എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഓണർ. സ്വാമി ഇതിന്റെ വർക്ക് തന്നെയാണ് ചെയ്യണത്. സ്വാമി സിനിമാ ഫീൽഡിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളാണ് ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഇതെല്ലാം റെഡിയാക്കുന്നത്. അതെ അതെ. എന്തായാലും അഭിനന്ദനം. അയ്യോ, നിങ്ങളെയൊക്കെ അങ്ങ് അറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിലൊക്കെ തല വച്ചിട്ട് ഇത്രയും സാധനങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ നിസ്സാര കലാകാരനല്ല. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഗംഭീര ഒരു അഭിനന്ദനം അങ്ങ് തരികയാണ്. താങ്ക് യു കേട്ടോ. പിന്നെ ഉഗ്രനായിട്ടുണ്ട് മോനെ. ഇനി വീട്ടിൽ കയറ്റൂ, പിന്നെ കയറ്റുവോ? ഉറപ്പാണോ? കുഴപ്പമില്ലല്ലോ. ആ, കയറ്റിയില്ലെങ്കിൽ നേരെ വീട് എവിടെയാന്നാ പറഞ്ഞേ? ഞാൻ തിരുവല്ലയിൽ. തിരുവല്ല. നേരെ തിരുവല്ല അങ്ങ് പോണം. തിരുവല്ല പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും ഇതൊരു ന്യൂ ജനറേഷൻ മോഡലാണ്. ഇതിനൊക്കെ ട്രെൻഡാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാറുള്ള ജയസൂര്യാണെന്ന് തോന്നുന്നു. അതെ, നേരത്തെ പരീക്ഷിക്കാറുണ്ട്. ഇപ്പൊ പുള്ളി പരീക്ഷണമൊക്കെ നിർത്തി. ഐ ലവ് യു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മള് ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കിയതാണ്. ഈ കോപ്പി ഉണ്ടല്ലോ, ഇത് ഈ തലയിലോട്ട് ചെയ്യണം. എന്റെ തലയിൽ ഉറപ്പായിട്ടും. അല്ല, ഇപ്പൊ എനിക്ക് വിശ്വാസമായി. ലൈവ് ഞാൻ കണ്ടല്ലോ. അതിനകത്ത് വെച്ച് കട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ ലൈവ് കണ്ടു. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഓക്കെ സബ്ജി. പോട്ടെ. ശരി. അപ്പൊ തിരുവല്ല വഴി വരുവാണെ അതിലേ ഒന്ന് കയറണം. ഞാൻ കയറും കേട്ടോ? ഓക്കെ. ഇങ്ങോട്ട് മാറുന്നു. ഞാൻ അവിടെ നില്ലെന്ന് ഞാൻ സംസാരിക്കാമെന്ന്. എന്താണ് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവാണ്? എന്താണ് വിഷയം? അതെ, അതിലും വലിയ വിഷയമായിട്ട് വന്നേക്കുക. എന്താണ് പ്രോഗ്രാം നടക്കുന്നത്? നമുക്ക് വിഷയമല്ലല്ലോ. അതെ, നമ്മൾ അളിയനാണ്. അതെ, അതാണ് വിഷയം. അളിയനല്ല വിഷയം. ഞാൻ പറയാൻ അളിയെ പറഞ്ഞില്ലേ, ചുമ്മാ നോക്കി വീട് വെക്കരുത് കേട്ടോ. എന്താ സംഭവം? എന്താ? അല്ലെ, ഞങ്ങൾ ഈ അർജുൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അർജുൻ? അർജുൻ അർജുൻ വന്നിട്ടുണ്ടല്ലോ. അതേ ഇരിക്കുന്നു. അർജുനെ അറിയോ ഇത് ആരാണെന്ന്? ഇല്ല, നമുക്ക് അറിയിപ്പിക്കാം. അതെ, അളിയെ സംസാരിക്കാൻ അവിടെ നിന്ന് ചുമ്മാ അടങ്ങിയിരി. ഇത് നമ്മൾ എന്താ അളിയ ഇത്ര വയലന്റ്? അളിയൻ ഇച്ചിരി ഉടക്ക. അളിയൻ ചെറിയ ഉടക്ക. അതിപ്പോ അതാ ഞാൻ പറഞ്ഞ അളിയെ ഇപ്പൊ സംസാരിക്കണ്ട. അപ്പൊ ഞങ്ങൾ ചെറിയൊരു കച്ചവടം ബിസിനസ്, അളിയൻ ഗൾഫിൽ നിന്ന് കാശ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ വെച്ച് കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസിനസ് ചെയ്തോണ്ടിരുന്നതാ. അതേ പറ്റിയൊരു ചെറിയൊരു പ്രശ്നം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. അതിന് അർജുനുമായിട്ട് എന്താണ് ബിസിനസ്? അതിപ്പോ സുരാജിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. മനസ്സിലായോ? ഓക്കെ. അല്ല അല്ല അല്ല, അയാൾക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുന്നത്. നിങ്ങളിപ്പോ വലിഞ്ഞേറി മാത്രം സംസാരിച്ചാ പോരല്ലോ. ഇല്ല, എന്നാലും ആളൊന്ന് സംസാരിക്കട്ടെ. വരും, നിങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലേ ഉടക്കാന്ന്. ഇതാ ഉടക്ക്. ഈ ഞാൻ പറഞ്ഞു വീട്ടിൽ ഇരുന്ന 3 മാസം വരെയൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരുന്നോളൂ കേട്ടോ. ഒരുപക്ഷെ ജയസൂര്യയുടെ പുതിയ പടം ഉണ്ടല്ലേ, ഏതാ സുധീർ ആത്മീകം, കക്ഷിയെ കണ്ടിട്ട് എടുത്തേക്കുന്നത്. ഞാൻ പറയാം, ഞാൻ കഷ്ടപ്പെട്ട് ഹലോ ഹലോ. ഓക്കെ ഓക്കെ, എല്ലാം മനസ്സിലായി എനിക്ക് കേട്ടാ. നിങ്ങൾ എന്നെ നോക്കിക്കോളൂ. എനിക്ക് വേണ്ട, ചേട്ടൻ മാത്രം സംസാരിച്ചാൽ മതി. അദ്ദേഹത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ബിസിനസ് സംബന്ധമായ ചെറിയ സംഭവമാണ്. ഇങ്ങോട്ട് പറഞ്ഞു വിടണം. ശരി, അർജുന ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തോ ബിസിനസ് ആണ്, അതൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ട് വലിച്ചു കയറ്റുന്നത്? സാറേ, നമ്മളെ കച്ചവടം അതുകൊണ്ടാണ്. ആണല്ലോ. കാര്യം അളിയൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസയാണ്. ഞാൻ പോണു. ഞാൻ സംസാരിച്ച അളി ചുമ്മാ ബഹളം വെക്കാതെ. അളിയൻ കിടന്ന് ഗൾഫിൽ കിടന്ന കഷ്ടപ്പെട്ട പൈസ അല്ല, മേഡം കൂടെ പോരെ. ഒരു തെളിവിന് ഒരാൾ വേണമല്ലോ. നമ്മൾ ഈ സംസാരിക്കുമ്പോഴേ തെളിവിന് ഒരാൾ വേണമല്ലോ. നാളെ പിന്നെ ഞാനത് പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയന്റെ കാശ്, എൻ്റെ അളിയൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസയാണ് കേട്ടോ. അർജുൻ സാറല്ലേ? അളിയൻ ഇപ്പുറത്തല്ലേ? അളി ഇപ്പുറത്തില്ലേ? ഞാൻ സംസാരിക്കും. അളി ഇപ്പുറത്തില്ലേ? വാ, മേഡം അവിടെ വാ. സാറിന് എന്നെ മനസ്സിലായി അർജുൻ സാറിന്? അറിയത്തില്ല. കാര്യം പുളുങ്കുരു പോലെ 7 ലക്ഷം രൂപ എണ്ണ വാങ്ങിച്ചപ്പെടുത്തത് ഭയങ്കര അറിവായിരുന്നല്ലോ. ഞാനും നമ്മളെ അയ്യത്തിലെ ഉറക്കൻ ഷാജി, അറിയോ? അയ്യത്തിലെ ഉറക്കൻ ഷാജി നമ്മുടെ കമാലിക്കായിട്ടൊക്കെ ഒരു വണ്ടി എടുക്കാമെന്ന് ഓർമ്മയുണ്ടോ? ഷാജി ഇല്ല, അറിയില്ല. സാറിന്റെ വീട്ടിൽ നിന്ന് ഒരു പൊളിഞ്ഞ വണ്ടി ഇവിടെ കിടന്നല്ലോ. ഞങ്ങൾ വണ്ടി കച്ചവടമാണേ. അളിയൻ ഗൾഫിലാ. ഞാൻ സംസാരിക്കാമല്ലോ. അളിയൻ കിടന്ന് ബഹളം ഉണ്ടാക്കാമെന്ന്. എന്റെ അളിയനുണ്ടല്ലേ, ഈ അളിയൻ ഞാനെന്ന് പറഞ്ഞാൽ മരിക്കും, അറിയാമോ? എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിനാ? അല്ലെ, സാറിന്റെ ഒരു വണ്ടി എടുത്ത സാറിന് ഓർമ്മയുണ്ടോ? 7 ലക്ഷം രൂപ എണ്ണി തന്നിട്ട് ഓർമ്മയുണ്ടോ? കുറച്ച് നാൾ മുമ്പല്ലേ? പിന്നെ അല്ലാതെ ഇന്നലെയാണോ? ഓക്കെ. അതിന് ആ വണ്ടി ഉണ്ടല്ലോ, മോഷണം പോയി. ഞാൻ നിങ്ങൾക്ക് ഒരു വണ്ടി തന്നു, ആ വണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷണം പോയി. അല്ല, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, സാറെന്താ ചെയ്യാൻ? സാറിന് അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്ന്?
നിങ്ങൾക്ക് വണ്ടി തന്നപ്പോൾ എനിക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ. നിങ്ങളുടെ വണ്ടി മോഷണം പോയി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും. അതാണ് മേഡം, ഇത് കേട്ടോണം. ഇദ്ദേഹം പറയുന്നത് അല്ല അയ്യോ, വനിതാ പോലീസിന്റെ കാര്യമല്ല പറഞ്ഞത്. എന്റെ അളിയൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശ് അതിന് ഉത്തരവാദിത്തം എനിക്കുണ്ട്. കക്ഷി പറയുന്നത് കേസ് കൊടുക്കണമെന്ന്. മേഡം ഒന്ന് കേൾക്കണം. ഇദ്ദേഹത്തിന്റെ വണ്ടി ഞാൻ വാങ്ങിച്ചാൽ ഈ ബുക്കും പേപ്പറും എന്റെ പേർക്കോ അല്ലെ എന്റെ അളിയന്റെ പേർക്കോ എഴുതി തരേണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ല ഇദ്ദേഹത്തിന്. തന്നില്ല ഇതുവരെ? തന്നില്ല. ഇതേവരെ തന്നില്ല. അത് ശരിയാവും തെറ്റാണോ? അല്ല, ഇപ്പം കുറെ നാളായില്ലേ വാങ്ങിച്ചിട്ട്. അപ്പോഴല്ല സാറിന് ഫോൺ ചെയ്യും. സാറേ എന്നായി നമ്മൾ ഈ ബുക്കും പേപ്പറും എന്റെ പേർക്ക് ആക്കുന്നത്? അയ്യോ ഇപ്പൊ വിളിക്കല്ലേ, ഞാൻ ലൊക്കേഷനില്ല, ഞാൻ അവിടെ അല്ല, വീട്ടിലില്ല എന്നും പറഞ്ഞു. ഞാൻ വരാത്ത സ്ഥലമുണ്ടോ? ലാസ്റ്റ് അന്വേഷിച്ച് കൊല്ലത്തുനിന്ന് വണ്ടിയും വിളിച്ചാൽ ഞാനും എൻ്റെ അളിയിൽ ഇവിടെ വന്നത്, ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പോവാനോ? ഞാൻ പോയേക്കാം. പോലീസിനെ വിളിക്കാലേ? അയ്യോ അതാണോ? അല്ല, ആ മനുഷ്യൻ അടങ്ങാൻ പറയുമ്പോൾ സമാധാനം ഉണ്ടാക്കും. സമാധാനപ്പെട് അളിയ. പോലീസിന്റെ അളിയ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഗൾഫിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ സാർ എന്താന്ന് വെച്ചാൽ കക്ഷി പോലീസിനെ വിളിക്കണം. അല്ല, ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? സാറേ ഞങ്ങൾക്ക് പോലീസിൽ വിളിക്കാൻ പറ്റത്തില്ല. സാറിന്റെ പേർക്കല്ലേ വണ്ടി ഇപ്പൊ ഇരിക്കുന്നത്, ബുക്കും പേപ്പർ. അപ്പൊ സാർ പോലീസിനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേരെ. അത്രേ ഉള്ളൂ. ഞാൻ പോലീസിനെ വിളിച്ച് പറയണം. വിളിക്കണം. അല്ല, അതല്ലേ എന്റെ മര്യാദ എന്ന് പറയുന്നത്. ഒരാൾ വേണം കൂടെ, അതുകൊണ്ടാ. ശരി, ഞാൻ പോലീസിനെ ഒന്ന് വിളിക്കും. അടിക്കുന്നു. ഹലോ. സാർ. അതെ സാർ, ഞാൻ അർജുൻ നന്ദകുമാറാണ് സാർ. അതെ സുഖം സാർ. സാറേ, ഞാൻ വിളിച്ചതേ, ഞാൻ കുറച്ചു മുമ്പ് ഒരു വണ്ടി വിറ്റിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിയ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ വണ്ടി മോഷണം പോയിരിക്കുകയാണ്. അവിടെ പ്രശ്നം സാർ, എൻ്റെ പേരിലാണ് ഇപ്പോഴും വണ്ടി. അതെ സാർ. അപ്പോൾ ഒരു പരാതി ഒന്ന് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഒരു ബ്ലാക്ക് ഇന്നോവ KL 31 A181. ഓക്കെ സാർ, എത്രയും പെട്ടെന്ന് അതൊന്ന്. ഓക്കെ ശരി, താങ്ക് യു. പറഞ്ഞല്ലോ, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ, പുള്ളി അന്വേഷിക്കും, വണ്ടി ഒപ്പിച്ചേരും. അത്ര മാത്രമല്ല. അതെ, അത് നേരത്തെ സാറിന് വീട്ടിൽ വെച്ച ഒരു മാസത്തിന് ഫോൺ നിർത്തി കാര്യം പറഞ്ഞാൽ പോരായിരുന്നു. വണ്ടി വിളിച്ച് ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വണ്ടി പോയത് ഇപ്പോഴല്ലേ? ഒരു മാസം മുമ്പേ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സാറ് തരും. സാറിന് വീട്ടിൽ കിടന്ന വണ്ടിയില്ല, എന്റെ എടുത്തപ്പെടലേ പോയത്. അളിയന്റെ കാശാണ് ഗൾഫിൽ മനസ്സിലായി. അളിയന്റെ കാശ് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് പുള്ളി വിളിക്കും. സമാധാനമായല്ലോ. എന്നാ ഞാനെന്നാ അങ്ങോട്ട്. സാർ ബുദ്ധിമുട്ടിക്കാൻ ക്ഷമിക്കണം കേട്ടോ മാഡം. ഇനി ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇല്ലല്ലോ, ഒന്നുമില്ല. ആരെങ്കിലും വിളിക്കണോ? ആരെയും വിളിക്കണ്ട, പോയാ മതി. ഒന്നും വലിയ ഉപകാരം. അങ്ങനെയായോ? അത് സാക്ഷി വേണം, അതുകൊണ്ടാ. രക്ഷപ്പെട്ടു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തോ ചെയ്യുന്നു? അല്ല, നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റും? കാറ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചുമ്മാ കിടന്ന് ബഹളം വെക്കാളിയാ. 7 ലക്ഷം അല്ലെ 8 ലക്ഷം രൂപ എണ്ണി കൊടുത്ത് ഓട്ടേന്ന് വെക്കുവളിയാ കാശ്. അളിയന്റെ കാശാണോ? പിന്നെ ഒരുമാതിരി ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നല്ലേ അങ്ങനെ? പേടിച്ചു പോയി. പിന്നെ ഒരു വകുപ്പുണ്ട്. അഥവാ നമുക്ക് ഇൻ കേസ് വണ്ടി കിട്ടിയില്ല എങ്കിൽ പറയട്ടെ, തോക്ക് കയറി വെടി വെക്കാതെ. അഥവാ നമുക്ക് ഈ വണ്ടി കിട്ടിയില്ല എങ്കിൽ ഇച്ചിരി കാശ് ചെലവാ, എന്നാലും വേണ്ടിയില്ല. നമുക്ക് ഇവിടുന്ന് ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിൽ പോകാന്ന്. വെറുതെ കിടന്ന് കറങ്ങട്ടല്ലോ ഇവിടെ. ഓട്ടോ കാശ് അളിയന്റെ കയ്യിലുണ്ടോ? പിന്നെ ഒരുപാട് എനിക്കറിയാം ഉത്തരവാദിത്തം കാണിക്കണ്ടേന്ന്. അതല്ല, പിന്നെ ഉമ്മ ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ഉമ്മ ചോദിച്ചാൽ 2 ഉമ്മ കൊടുക്കണം. അതല്ല, എന്റെ ഉമ്മച്ചി കാശ് ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും? ഉമ്മച്ചി കാശ് ചോദിച്ചാൽ കൊടുക്കും കാശ്. അളിയന്റെ കയ്യിലുണ്ടോ? പിന്നെ ഒരു വഴി തറവാടുത്തല്ല സംസാരിക്കരുത് അങ്ങനെ അളിയാ. അത്രേ ഉള്ളൂ. ഭഗവാനെ, ഇതിനെ ചുമന്നിട്ട് നടക്കുന്ന ഒരു പറഞ്ഞിട്ട് കാര്യമല്ല. അളിയ ഇനി വന്നേ, കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാകും. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ഷൗക്കത്ത്. ക്ഷണക്കത്തല്ല, ഷൗക്കത്ത്. ഇതാരത്? ഇത് എന്റെ അളിയനാണ്. നമ്മൾ അളിയനാണ്. ഗൾഫിലെ അളിയനായിരുന്നു, ഇപ്പൊ വന്നു. മാറിക്കോട്ട് വിളിച്ചില്ലേ ഇപ്പോ? അതെ പൊക്കിയവന്. എന്റെ സാറെ സമ്മതിച്ചെന്ന് കേട്ടോ. ഇവിടെ വിളിച്ചു പറഞ്ഞ് വിത്ത് സെക്കൻഡ് ഇതാ കൊണ്ട് നിർത്തിയേക്കുന്നത്. നമ്മളെ വണ്ടി പിടിച്ചാലാണോ? അത്രേ ഉള്ളൂ. ഇവിടെ അളിയ രക്ഷപ്പെട്ടു കേട്ടാ. ഞാനും അർജുനും തമ്മിൽ ഇരിപ്പ് വശം വെച്ചിട്ടേ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ്. ഏതിരിപ്പ് വശം? അല്ല, അർജുനൻ അവിടെ ഇരിക്കണു, ഞാനൊരു വശത്തേക്ക് മാറിയിരിക്കണു. അത് ഇരിപ്പും വശവും. അത് പിന്നെ വേറെ കേസ് എന്ന് പറഞ്ഞാല് പീഡനമായിരുന്നു ഞാൻ വിട്ടേനെ. അത് ശരി. കൊലപാതകമാണ് ഞാൻ വിട്ടേനെ. പക്ഷെ മോഷണം ഞാൻ വെച്ച് പൊറപ്പിക്കില്ല മോനെ.
കൊടുക്കും ഞാൻ. അല്ല സാറേ ഞാൻ ചോദിച്ചോട്ടെ, ഈ പീഡനവും മോഷണവും ഭയങ്കര സംഭവമല്ലേ? പക്ഷെ ഈ മോഷണം എന്താണ് സാറിന് ഇത്രയും വലിയൊരു പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എടാവേ, ഈ കഴിഞ്ഞ മാസം വരെ ഓരോ ദിവസം എന്റെ വീട്ടിൽ നിന്ന് 1000 രൂപ വെച്ച് മോഷണം പോകല്ലേ? അളിയോ, ഒരു SIയുടെ വീട്ടിൽ നിന്ന് 1000 രൂപ വെച്ച് മോഷണം പോയിക്കൊണ്ടിരിക്കുന്നെന്ന്. അതേന്ന് ആരാന്നറിയാൻ പാടില്ല. ശരി. ഈ കഴിഞ്ഞ മാസം എന്റെ പെണ്ണുമ്പിള്ളനെ അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. കൊള്ളാം. SIയുടെ പെണ്ണുമ്പിള്ള അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പിന്നെ അതിലെനിക്ക് വിഷമമില്ല. ഈ പെണ്ണുമ്പിള്ള പോയതിനു ശേഷം ഈ 1000 രൂപ പോണ പോക്കില്ലേ, അതങ്ങ് നിന്നു. നല്ല ഭാര്യയെ. അപ്പൊ എന്താണെങ്കിലും ഞാൻ മോഷണ കേസിൽ അപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇറങ്ങി സ്റ്റേഷനിൽ ഞാൻ ചോദ്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെ, അപ്പൊ സാറിന് അത്ര മോഷണം ഭയങ്കര ഇതാണല്ലേ? മോഷണം എനിക്ക് അത്ര ഇതാണ്. അത് ശരി. പറയാം, ചോദിക്കാം. അപ്പോഴേ സാറ് നമ്മളെ വണ്ടി മോഷണം പോയല്ലോ, ഇവൻ എന്തിനാ മോഷ്ടിച്ചത്? കാര്യം അളിയനാണെങ്കിൽ റെഡി ക്യാഷ്, ആർക്കും കടം പറയത്തില്ല. ഇവ എന്തിനാ മോഷ്ടിച്ചത്? ഇത് എന്താണ് കാര്യം? ഈ കാര്യമൊക്കെ അറിയാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങില്ലേ? സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാൻ റോഡിലേക്ക് ഇങ്ങനെ പോരുവാണ്. വിളിച്ചു പറഞ്ഞല്ലോ, പിന്നെ പിടിക്കുമല്ലോ, ഉറപ്പാണല്ലോ. ഇവനെ പിടിച്ചതല്ല. അങ്ങനെ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്താണെങ്കിലും പിടിക്കും. അപ്പൊ റെസ്റ്റ് എടുക്കണമല്ലോ നമുക്ക്. ചെറുതായിട്ട് ചായ കുടിക്കണം തോന്നുന്നു. ചെറുതായിട്ട് നേരെ ഒരു ചായക്കട കയറി ചായ കുടിക്കാൻ കയറിയിരുന്നു. ഞാൻ ഇരുന്നതും ഒരു വണ്ടി വന്നു ശ്രീന്ന് പറഞ്ഞ ഒറ്റ ബ്രേക്ക് കൊടുത്താം. നോക്കിയപ്പോ നിങ്ങളുടെ നമ്പറാ, നമ്മളിപ്പോ വിളിച്ചു പറഞ്ഞ നമ്പർ വണ്ടി നിർത്തിയേക്കുവാ. ഡോറ് തുറന്നു. ആ വണ്ടിയിൽ നിന്ന് ഈ തെണ്ടി ഇറങ്ങി ചായക്കട അകത്ത് കയറി. അകത്ത് കയറിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവൻ വണ്ടി ചോറാന്നുള്ളത്. ഇവൻ വണ്ടി ചോറാന്നുള്ളത്. അത് സാറിന് എങ്ങനെ മനസ്സിലായത്? ഇവൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പൊ തന്നെ ചോദിച്ചത് ചോറാ. അതെ, ഞാൻ വിടൂലേ. ഭയങ്കര ബുദ്ധിയാണ്. അത്രേ ഉള്ളൂ. താർക്കും ഞാൻ മന്ദബുദ്ധി. അല്ല അതെ. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം. ഇവന്റെ വായിൽ ഇങ്ങനെ ഇതിപ്പോ അത്രയും ചോറ് തിന്നില്ലേ ഇവൻ? അത്രയും ആഹാരം വാരി ചോറെല്ലാം വാരി കയറ്റിട്ട് പിന്നെ തുണിയും കൂടെ കടിച്ചു പറിച്ച് തിന്നുന്നത്. ഇത് ഇത്ര ആക്രാന്തോ ഇവന്? തുണി കടിച്ചു പറിച്ച് തിന്നുന്നല്ല, പിന്നെ ഞാൻ കുത്തിക്കയറ്റി വെച്ചേക്കണതാ. ഇവൻ വാ തുറന്നു കഴിഞ്ഞാൽ വെറുതെ തെറിയാ. നീ ഇന്നവരെ കേൾക്കാത്ത തെറി. ഒരു SI ഒരു SIയുടെ മുഖത്ത് നോക്കി തെറി പറഞ്ഞു ഇപ്പൊ ചിരിക്കണം. ഹലോ എന്ന് പറയാൻ വന്നതാണോ? ഹലോ എന്ന് പറയാൻ വന്നതാ. കിട്ടിയല്ലോ, ഹലോ കിട്ടിയല്ലോ. അളിയത് വിക്ക ഞാൻ വിൽക്കുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യും. വാങ്ങിയില്ലയോ? വാങ്ങിച്ചു കിട്ടാൻ മാറിയില്ലേ? കാര്യം പറയട്ടെ. അത് സാറേ, ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന നമുക്ക് ഇതിന്റെ കാര്യം വിവരം അറിയാൻ പറ്റും. സാർ അവനോടൊന്ന് ചോദിക്കുക എന്താണെന്നുള്ളത്. ഞാൻ ചോദിക്കില്ല. സാർ ചോദിക്കാം അവനടുത്ത്. ഞാൻ മോഷ്ടാക്കളോട് ഞാൻ ചോദ്യം ചോദിക്കാൻ സംസാരിക്കാൻ എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് എന്റെ സാറേ, അളിയൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അതിന്റെ എന്തോ ആയിക്കോട്ടെ. ഞാൻ പക്ഷെ മോഷ്ടാക്കളോട് സംസാരിക്കാറില്ല. ഞാൻ ചോദ്യം ചോദിക്കില്ല. ഞാൻ ചോദിക്കാം. സാറിന്റെ മാറിയില്ലേ? കാര്യം തിരക്കല്ലേ പറ്റുള്ളൂ. അല്ല, വേണോ? അല്ലാതെ നമ്മൾ കാര്യം അവന്റെ വായിൽ ഇങ്ങനെ വെച്ചിരുന്ന ഇങ്ങോട്ട് മാറിയില്ലേ? അതാ വിഷയല്ലേ? ഇത് ഏത് ഭാഷ? ഹിന്ദി അറിഞ്ഞില്ലേ? സാറിന് ഹിന്ദി അറിഞ്ഞൂടെ പോലീസുകാരനെ? അല്ല, ഞാൻ കേരള പോലീസല്ലേ. അപ്പം നമ്മള് ഹിന്ദി അറിയാമെങ്കിൽ ബോംബെയിലല്ലേ പോലീസ് ആവുള്ളൂ. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഉണ്ട്. ആ സംഭവം അതാണ്. ഒരു കാര്യം ചെയ്യും സാർ, ഇതിങ്ങനെ അവനെ വിരട്ടി എടുത്തൊന്നും ചെന്ന് വെച്ചാൽ ശരിയാവത്തില്ല. പിന്നെ ഏതൊരു ഭാഷ അറിയാത്തതിനാൽ നമ്മൾ ആംഗ്യ ഭാഷ കാണിച്ചാല് അപ്പൊ നമ്മൾ സഹകരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെല്ലരുത്. ഒരു മയത്ത് ഇതിനൊക്കെ ഒരു നാക്കുണ്ട് സാറേ. നാക്കുണ്ട് മാറിയില്ല. എനിക്കത് പറ്റത്തില്ല. ദേഷ്യമായി. ദേഷ്യപ്പെട്ടത് ഒരു നാക്കുണ്ട്, നോക്കണം. സാർ ഇങ്ങോട്ട് മാറിയോ? ഞാൻ ചോദിക്കുകയാണ്, ഒന്നും ചെയ്യത്തില്ല. ഒന്ന് ബഹളം വെക്കരുത്. അവനാ സാറേ, അവൻ പറഞ്ഞ അപ്പോഴേ നമ്മൾ ക്ലിയർ ആയത് കണ്ടോ? വല്ല അനക്കം ഉണ്ടോ നോക്കെ. അതാണ് ഒരു നാക്ക്. അനിയ കണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും ഭാഷ വല്ല വിഷയമുണ്ടോ? വിളിച്ചപ്പോ തന്നെ വിളിയായിട്ടില്ല. അതാണ് സംഭവം. ഇനി സാർ സത്യം ഒരു നാക്കാണ്. ഇത് കണ്ട് പഠിച്ചോ സാർ? എന്റെ അളിയൻ അളിയും ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ അളിയും ഊപ്പാട് വരും. എന്റെ അളിയൻ ഗൾഫിൽ നിന്ന് കാശ് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് കാശ് ഇതിനകത്ത് വേറെ കാര്യം ഇരിക്കുന്നത്. സൂപ്പർ എന്നല്ലേ? അവിടെ മാറിയില്ലേ? ആ പൈസ കൊണ്ട് ഒരു വണ്ടി അത് എടുത്തായിരുന്നു. അത് നീ മോട്ടിച്ചോണ്ട് പോയടാ പട്ടി.
നല്ല നാക്ക് കേട്ടാ, എന്നിട്ട് നാക്ക് അടങ്ങി വെച്ചോ നീ. അതെ, ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഇവിടെ കൊണ്ടുവരാതെ ഇവനോട് ചോദ്യം ചോദിക്കുന്നത് നടക്കുകയല്ല. ഇപ്പൊ ഹിന്ദി ഇപ്പൊ ഇതിപ്പം എനിക്കറിയില്ല ഹിന്ദി. ഞാൻ അത് ഹിന്ദി പറഞ്ഞാൽ തമിഴ് പറയാൻ കണക്ക് അതി അവിടെ മാറിയില്ലേ ചുമ്മാതെ. ഇപ്പൊ ആരിപ്പോ ഹിന്ദി പറയുന്ന ആര് പറയൂ, അതാണ് ഞാൻ. സാറേ ഹിന്ദി അല്ലേ? ഹിന്ദി സാർ, കാര്യം നമ്മളെ വണ്ടി ആളെയും കഷ്ടപ്പെട്ട കാശാണ് ഗൾഫിൽ. ഹിന്ദി അല്ലേ ആവശ്യം? അതെ സാർ, ഹിന്ദിയാണ്. എനിക്കറിയില്ല, പക്ഷെ അറിയാന്നുള്ള ഒരാൾ എന്റെ കൂടെ ഉണ്ട്. ഹെയർ സ്റ്റൈലിഷ്. എവിടെ ഉള്ള? ബോംബെയിലുള്ള. മതി മതി. ബോംബെ ബോംബെ വാല റജി കപൂർ. എന്നിട്ട് വാല എവിടെ? എന്തോന്ന്? ബോംബെ വാല വാലല്ല, ഞാൻ ബോംബെ വാല. ഏതാ ആള്? ആളിതാ. ആണോ? അപ്പൊ തുടങ്ങിയേക്കാം. എന്താ? അതെ, കയ്യൊന്നും കെട്ടിയിട്ടൊരു കാര്യമില്ല. പുള്ളിക്ക് മുടി വെട്ടാൻ താല്പര്യമില്ല. അയ്യോ, നിന്നോടാരെ മുടി വെട്ടാൻ പറഞ്ഞത്? അപ്പൊ മുടി വെട്ടാനല്ല ഇങ്ങോട്ട് വിളിച്ചത്. ഹിന്ദി അറിയാവോ? ഞാൻ ഹിന്ദിക്കിട്ടല്ല വെട്ടുന്നത്, മുടിക്കിട്ടാ വെട്ടുന്നത്. എടോ അതല്ല, പിന്നെ ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല. ഇതൊരു ഹിന്ദിക്കാരനാ. തനിക്ക് ഹിന്ദി അറിയാമല്ലോ. എനിക്കറിയാം. കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ വന്നേ, ഇത് എന്റെ അളിയനാണ്. എന്റെ അളിയൻ ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കാശ് എനിക്ക് അയച്ചു തരും. അളിയൻ ഇവിടെ വന്നാലും രക്ഷപ്പെട്ട് ജീവിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വണ്ടി കച്ചവടം. അങ്ങനെ ഈ ഇടയ്ക്ക് ഞങ്ങളൊരു വണ്ടി വാങ്ങി. ഇല്ല, മഹത് വിക്കിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. സംഭവം അതിപ്പോ മോഷ്ടിച്ചോണ്ട് പോയെന്നേ. മോഷ്ടിച്ചോണ്ട് പോയി. അപ്പൊ മോഷ്ടിച്ചോണ്ട് പോയപ്പോഴത്തെ ഈ സാറിന്റെ ബുദ്ധി കൊണ്ട് മോഷ്ടാവിനെ പിടിച്ചു. പക്ഷേ സംഭവം ഇദ്ദേഹത്തിന് ഹിന്ദി അറിയില്ല. മോഷ്ടാവല്ലേ? ഇതാണ് മോഷ്ടാവ്. അത് നിസ്സാരമല്ലേ? പെട്ടെന്ന് ചോദിച്ചു. അത് ചോദിച്ചു. സാറേ പുലിയാ കേട്ടാ. അളിയഞ്ഞു വന്നേ, വിഷമിക്കണ്ട. വണ്ടി കിട്ടിയെന്ന് തന്നെ കരുതിക്കോ. കിണ്ടി അല്ല വണ്ടി കേട്ടോ. അതെ, ഇങ്ങനെ ഒരാൾ വന്നത് നന്നായി. അല്ലെങ്കിൽ ചോദിച്ചറിയാൻ പറ്റത്തില്ല. വിട്ടുപോയ സംഭവേ, പുള്ളിക്കാരൻ എന്താ പറയണെന്ന് അറിയാവോ? ഇല്ല ഇല്ല. അതായത് പുള്ളിക്കാരൻ പറയുന്നത് ഹിന്ദിയാ. അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? പുള്ളിക്ക് എന്തോ പറയാനുണ്ടോ? ഇല്ല, നിങ്ങൾ തോൽവിയാന്നാ പറഞ്ഞത്. അയ്യോ, എടോ, അയാൾ ഹിന്ദിയാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഹിന്ദിയിൽ അവനോട് ചോദിക്കണം. എന്നിട്ട് ഞങ്ങളോട് മലയാളത്തിൽ പറയണം. അതിന് നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ. എടാ, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല. ഇല്ല, മനസ്സിലായോ? ഞങ്ങള് മലയാളത്തിലെ മോനോട് ചോദിക്കൂലേ, ഹിന്ദി ചോദിക്കും. ഈ ഹിന്ദിയിൽ നീ അങ്ങോട്ട് ചോദിക്കണം. അവൻ അതിന് മലയാളം അറിയത്തില്ലല്ലോ. നിന്നെ വലിച്ചൂരി ഞാൻ ഇവിടെ പറയണ കേൾക്കണം വ്യക്തമായിട്ട്. ഞാൻ ഈ മാമൻ മലയാളത്തില് അങ്ങോട്ട് തരും. എനിക്ക് തരും. മോനത് ഹിന്ദിയാക്കണം. ഹിന്ദിയാക്കിയിട്ട് അവന് കൊടുക്കണം. മനസ്സിലായി മനസ്സിലായി. അപ്പൊ അവൻ ആ ഹിന്ദി മോന് തരും. ആ തരുന്ന ഹിന്ദി മലയാളത്തിൽ ഇങ്ങോട്ട് തന്നാ മതി. ഇപ്പോഴല്ലേ മനസ്സിലായത്? അതായത് നിങ്ങൾ എനിക്ക് മലയാളത്തിൽ ഇങ്ങോട്ട് തരും. അപ്പൊ ഞാനത് ഹിന്ദിയിൽ അവന് കൊടുക്കണം. അപ്പൊ അവനത് ഹിന്ദിയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് തരും. അപ്പൊ ഞാനത് മലയാളത്തിൽ നിങ്ങൾക്ക് തരണം. ഇത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. പിന്നെ ഒരു കുഴപ്പമുണ്ട്. എന്താ? ഞാൻ ഹിന്ദിയിൽ അങ്ങോട്ട് ചോദിക്കുന്ന കാര്യം മലയാളത്തിൽ ഇങ്ങോട്ട് പറയാൻ അവന് മലയാളം അറിയത്തില്ലല്ലോ. എന്റെ അളിയന്റെ വണ്ടിയാ പോയത്. ചുമ്മാ ഒരു കച്ചത്തുരുമ്പാ കിട്ടിയേക്കുന്ന. അവനെ വെറുപ്പിക്കാതെ. നിനക്ക് മലയാളം അറിയാവോ? എനിക്ക് മലയാളം അറിയാം. നിനക്ക് എന്താണ് മനസ്സിലാവാത്തത്? മനസ്സിലായി മനസ്സിലായി. എന്താ ചെയ്യണ്ടേ? സാർ ഒന്ന് ബഹളം വെക്കാതെ. സാർ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. സാർ അവനെ വിരട്ടാതെ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ, പേടിപ്പിക്കാതെ. മോനെ, റിലാക്സ് റിലാക്സ് റിലാക്സ്.
റിലാക്സ്. ഉറങ്ങുന്ന സാറ് ഹിപ്നോട്ടിസം ചെയ്താൽ പിന്നെ അവൻ ഉറങ്ങത്തില്ലയോ? ഹിപ്നോട്ടിസം ചെയ്തല്ല മൈൻഡൊക്കെ ഒന്ന് പൊക്കോട്ടെന്ന് ഓർത്ത് പറഞ്ഞതാ. ഒരു ചോദ്യം ഞാൻ മാട്ട് പറഞ്ഞോളൂ, ഇത്രേ ഉള്ളൂ, എനിക്ക് അറിയേണ്ട ഇത്രേ ഉള്ളൂ. അതിന് കഷ്ടപ്പെട്ട കാശാ. അപ്പൊ സാറ് ചോദിക്കണ്ട്, ഇവൻ വണ്ടി മോട്ടിച്ചോ? ഇത്ര ചോദിക്കാനാണോ? ആ, എന്നാ പിന്നെ നേരത്തെ ചോദിക്കണ്ടേ? ഈ വളഞ്ഞ വഴിയൊക്കെ വന്നിട്ടല്ലേ? അത് സാറല്ലേ കിടന്ന് ഇത്ര വളഞ്ഞ വഴി ഉണ്ടാക്കി? ഞാനത് ഈ പോലീസ് വണ്ടി മോട്ടിച്ചോ? അത്രയും ചോദിച്ചാൽ മതി. ഇത് ചോദിച്ചാ പോരെ? അത് ചോദിച്ചാ മതി. അത് ഞാൻ ചോദിച്ചോളാം. നീ എന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഗാഡി ചോദിക്കുക. തൂ ഗാഡി ചോദിക്കുക. ബസ് ബസ്സല്ല, കാറ്, കാറ്. ഇതിലും കാറിയ എന്റെ തൊണ്ട പോകുവാടാ. അയ്യോ, അതല്ല, അവൻ കട്ടോണ്ട് പോയത് കാറാണെന്ന്. അതെനിക്കറിയാമല്ലോ. എന്നാ ചോദിക്കേ. തൂ ഗാഡി ചോദിക്കുക. ആ, ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്. അവൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? എന്താ അവൻ പറയുന്നു ഞാൻ വണ്ടി മോട്ടിച്ചിട്ടില്ല. നീ വണ്ടി മോട്ടിച്ചോന്ന് ചോദിച്ചോ? അവൻ വണ്ടി മോട്ടിച്ചോന്ന് ചോദിക്കാനാണോ നിന്നോട് പറഞ്ഞത്? അതെ, ഞാനത് ചോദിച്ചല്ലോ. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? അപ്പൊ അവൻ പറയുന്നു ഞാൻ വണ്ടി മോട്ടിച്ചിട്ടില്ലെന്ന്. എടാ, നീ വണ്ടി മോട്ടിച്ചോ ഇല്ലയോന്ന് അറിയണ്ട. അവൻ വണ്ടി മോട്ടിച്ചോന്ന് ചോദിക്കേ. അപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ച് അപ്പൊ അവൻ പറയുവാ ഞാൻ വണ്ടി മോട്ടിച്ചിട്ടില്ല. നീ വണ്ടി മോട്ടിച്ചിട്ടില്ല, ഞങ്ങളാ വണ്ടി മോട്ടിച്ചേ. സാർ ഉപദ്രവിക്കരുത്. സുരാജ് സാർ ഒരു കച്ചിത്തുരുമ്പിനെ തന്നേക്കുന്നേ. ആ കൂടി അറ്റവും മുറി അറിയാവുന്ന ഹിന്ദി ഇവനെ അറിയാവൂ. ബഹളം വെക്കാതെ. ഞാൻ ചോദിക്കാം, വേറെ ഒന്നും വേണ്ട. നീ വണ്ടി എടുത്തോ, അത് മാത്രം മതി. നേരത്തെ പറഞ്ഞു വണ്ടി എടുത്തോ ചോദിച്ചാ മതി. നീന്ന് വെച്ചാ വണ്ടി ഗാഡി तू गाड़ी पकड़ा. हाँ मैं पकड़ा. हाँ मैं गाड़ी पकड़ा. പറയണ കാര്യം സംഭവം വല്ല മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? തൂന്ന് പറഞ്ഞ എന്താ? നീ ഒരു പോലീസുകാരനെ നീ എന്ന്. ആ അതല്ല, ഹിന്ദിയിലെ നീ. ഗാഡി എന്ന് പറഞ്ഞാൽ ഗാഡി എന്ന് വെച്ചാൽ വണ്ടി. പിന്നെ പറഞ്ഞ സംഭവം എന്താ? പക്കടാ. മനസ്സിലായോ? അവനോട് ഇവൻ പറയുവാ നീ വണ്ടി പക്കടാ, പൊക്കോ, എടുത്തോണ്ട് പൊക്കോ. അടിക്കല്ലേ. ഞാൻ ചോദിക്കാം, നിങ്ങൾ മിണ്ടാ നിന്ന് ശ്രദ്ധിച്ച് കേട്ടാ മതി. മനസ്സിലായല്ലോ? ഞങ്ങൾക്ക് കാര്യം അറിഞ്ഞാ മതി. അരെ ബായ്, തൂ ബോലോ. ഞാൻ ഇവിടെ വന്നു. ജോലി ചെയ്യാൻ വന്നു. गाड़ी में पकड़ा, വണ്ടി എടുത്തു, उधर से चला, കൊണ്ടുപോയി. पुलिस वालों को मुझे मारा. ഈ പോലീസുകാരനെ ഇടിച്ചു ചുരുട്ടി. मैं वापस आऊंगा. ഞാൻ തിരിച്ചു വരും. मैं वापस आऊंगा. ഞാൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുന്നു. ഇതെത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും ഉയർത്തി. അടിക്കരുത്. അവനെ കൊണ്ട് തന്നെ ഇവിടെ പൊറുതിയില്ല. നീ കൈയടിച്ച് ഇവരെ ടീമിനെ മുഴുവൻ വിളിച്ചു വരുത്താനുള്ള പരിപാടിയാണ്. ഇവനെയൊക്കെ സാറേ ഇതിപ്പോ ഇങ്ങനെ അടിച്ചോ? എന്താ ഇവിടെ പരിപാടി? കുറെ സമയമായാലോ തുടങ്ങിയിട്ട്. അയ്യോ മേഡം, വേറൊന്നും അല്ല. ഇത് എന്റെ അളിയനാ. ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഒരു കച്ചവടം തുടങ്ങിയതാ. ഞങ്ങൾ വാച്ച കാർ മോട്ടിച്ചോണ്ട് പോയി. അങ്ങനെ അവന് ഹിന്ദി അറിയാവൂ. ഇപ്പൊ സുരാജ് സാർ പറഞ്ഞു താണ്ട് ഇവ ബോംബെ വെച്ച് മുടിവെട്ടിയായി പന്നലിനെ പറഞ്ഞ് അയച്ചതാ. ഇവന് അറ്റവും മൂലം പോലും അറിയാൻ വയ്യ. അറിയത്തില്ല. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്ത ഹിന്ദി അറിയാമെങ്കിൽ അവന്റെ അടുത്ത്. ഈ ആളോട് ഇപ്പൊ ചോദിക്കണം എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് ചോദ്യം. നമ്മൾ 5 പൈസ കടവില്ല. क्या बात है? अरे मैडम, हाँ, मैं एक फाइनेंस कंपनी में काम करता है. अच्छा, ये गाड़ी में हमारा फाइनेंस है. ओके, हमारा फाइनेंस है. आप ये सीज करने के लिए मैं आया. वो गाड़ी सीज करने के लिए मैं आया. അപ്പൊ അതാണ് കാര്യം. അത് ശരി. ഇവന്റെ ബാക്കിയാണോ? അതാണ് കാര്യം എന്ന് പറയാനായിട്ട്. കാര്യം പറ. കാര്യം കുറച്ച് സീരിയസ് ആണ്. എന്താണ്? ഇങ്ങോട്ട് വരൂ, പറയാം. വരൂ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് നീ എന്നെ കാണിക്കാൻ നിൽക്കൂടെ? ഞാനൊരു ബലത്തിന് ഇവൻ ഇവിടെ തന്നെയാണ്. ഞാൻ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. കേട്ടല്ലോ? അവന്റെ കൂടെ നിന്നോണം. ഞാൻ ഇവിടെ അളിയന്റെ വിടരുത്. ഇല്ലല്ലോ കേട്ടോ. अरे तू बर्बाद हो जाएगा. എന്തോ ഇവിടെ കിടന്ന് അണ്ടവാ വലിച്ച് കീറുന്നേ. അളിയൻ നശിച്ച് നാറാണക്കല്ല് പിടിക്കുവോ?
ഞാൻ ആരുടെ കല്ല് പിടിക്കൂടാ? ഞാൻ പറഞ്ഞല്ല, അത് അവൻ പറഞ്ഞതാ. ഇവനോ? അവൻ ഹിന്ദിക്കാരാ, എന്റെ അളിയന്റെ കാശ് പോയി. നിന്നെ ഉണ്ടല്ലോ ഹിന്ദിക്കാരാ, നീ എന്റെ അളിയന്റെ പൈസ അയ്യോ 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 തറയെ നിർത്തല്ലോ. അയ്യോ നീ ഇന്ന് വന്നേ. അളിയൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശ് വണ്ടിയെടുത്ത് നീ കൊണ്ടുപോയി, മനസ്സിലായോ? അത് നീ വാതോർ നിനക്ക് പറയാമല്ലോ, നിനക്ക് എന്താന്ന് വെച്ചാ പറയാമല്ലോ. നീ അവിടെ നില്ല്, ഞാൻ പിന്നെ നീ ഇതിനെ തന്നെ എപ്പ കേട്ടി? പട്ടി ഒരു അമ്മയ്ക്ക് പ്രസവവേന മോക്ക വീണവാന ഇപ്പൊ അവര് ചോറ് കയറ്റിയാ പറ്റൂ. ചോറോ ബിരിയാണിയോ ചിക്കനോ വാങ്ങിച്ചത് നീ എന്നെ ഇതിനകത്തൊക്കെ കയറ്റി. അയ്യോ ഞാനേ ഒന്ന് അങ്ങനെ നിന്നാ മതി. ഉള്ള പുല്ലിനെ വിളിച്ചോണ്ടില്ല, പെണ്ണങ്ങ് പോവുകയും ചെയ്ത്. ആഹാരം പോലും കഴിക്കാതെ ഈ വണ്ടിക്ക് ഇറങ്ങിയത്. അനിയാ നീ നീ ബഹളം വെക്കല്ലേ, ശ്രമിക്കാം. ഇല്ല ഇല്ല അങ്ങനെ നില്ല. ഇത് ഏത് നേരത്താണോ എന്റെ ദൈവമേ ഈശ്വര ഇവനെ കുരുവെട്ടി എടുക്കാനെ കൊണ്ട് ഞാൻ ഇനി അവരിഞ്ഞ് തിരിച്ചു വരണം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണ്ടുപാക്ക് പറഞ്ഞിട്ട് പോണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇത്രയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അനിയാ നീ എങ്ങനാ ഇതിനകത്ത് കയറ്റിയത്? നീ അത് പറ. ചോറ് തരാമെന്ന് നീ എങ്ങനെ പറ, കാര്യം പറ. ഓ ഓ ഓ എന്ത് ശത്രുതയായിരുന്നു, കട്ടോണ്ട് പോയി. എന്തൊക്കെയായിരുന്നു, ഹിന്ദി അറിയാൻ പാടില്ല. ഇപ്പൊ എന്ത് സുഹൃത്തുക്കളാന്ന് നോക്കി കെട്ടിപ്പിടിച്ച് ഉമ്മ. ഇതൊന്നും ഇറക്കിത്താടാ ഇത്. അളിയ ചെവി ഉണ്ടോ പോയോ? നീ ഇവനെ വിടൂലെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നിന്നെയാണല്ലോ വിടാണ്ടിരുന്നവൻ. ഇവിടെ ഇപ്പൊ ആ പെണ്ണ് വിളിച്ചോണ്ട് എന്തോ സത്യാവസ്ഥ പറയാം. എന്റെ അളിയൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസയാന്ന്. അത് എന്തോ അവര് പറഞ്ഞ കാര്യം പറ. അവര് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇയാളെ ബാങ്ക് ഉദ്യോഗസ്ഥനാ. ബാങ്ക് ഉദ്യോഗസ്ഥനോ? ആ എന്ത് നിങ്ങളുടെ വണ്ടിയില്ലേ, ഈ വണ്ടി 20 തവണ CC മുടങ്ങിക്കിടക്കുക. വണ്ടി CC ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥനാണിത്, അല്ലാതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ല. അയ്യോ അത് അർജുൻ സാറേ, ഓ ഇത് വായിക്കാൻ വന്നപ്പോ ഇതല്ലല്ലോ പറഞ്ഞത്, കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. 20 CC വലിയ സിനിമയാണ് ഞാനത് പറയുന്നത്. 20 CC അടക്കമുള്ള വണ്ടി എന്റെ അളിയുടെ തലയെ കെട്ടി വെച്ചത്. അല്ലെ ഞാൻ എല്ലാ കാര്യവും വ്യക്തമായി പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വണ്ടി വന്നത്. എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു വണ്ടിക്ക് അടവിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞോ. അടവി പ്രശ്നമുണ്ട് സാറ് പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ കാറും കൊടുത്തത് വർഷാപ്പിച്ചത് മേശിൽ പറഞ്ഞു 4 ഡോറിന് ഒരടവിന് ഒരു കുഴപ്പമില്ലെന്ന്. നിങ്ങളോട് ആരാ പറഞ്ഞു ആ അടവിന്റെ കാര്യം? ഞാൻ പറഞ്ഞു ഈ അടവിന്റെ കാര്യം. ഈ അടവിന്റെ കാര്യം പറഞ്ഞു. അതെ, വിറ്റ വണ്ടി ഞാൻ തിരിച്ചെടുക്കില്ല. വിറ്റ വണ്ടി ഞാൻ തിരിച്ചെടുക്കില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. പൈസ എണ്ണി വായിക്കാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലേ. ഇതിപ്പോ എന്തോ ചെയ്യുന്ന ഇനിയിപ്പോ? അതെ ബാങ്ക് ഉദ്യോഗസ്ഥനെയാ ചായക്കടയിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന ചോറിനാൻ വന്ന ആളെ. ഞാൻ പറഞ്ഞില്ലല്ലോ പിടിച്ചോണ്ട് വരാൻ. എന്റെ ജോലി മിക്കവാറും പോവാൻ സാധ്യതയുണ്ട്. അതിന് ഒരു കാര്യം ചെയ്യും, ഇവനല്ലെങ്കിൽ എനിക്ക് വേറൊരു പ്രതിയെ കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി നടത്തുന്ന ആരാ? ഈ കച്ചവടം നടത്തുന്ന അളിയൻ. അളിയൻ കാശ് മുടക്കുന്നു, ഞാൻ ബിസിനസ് ചെയ്യുന്നു. എനിക്കൊരു രൂപ എന്റെ കയ്യിലില്ല. എനിക്കൊരു പ്രതിനെ മതി. എന്നെ കൊണ്ടുവന്ന അളിയൻ പോന്നെ പോട്ടെ നിലയ്ക്കുള്ളിയാ. പിന്നെ അളിയൻ എന്തെങ്കിലും അത്യാവശ്യം കൊടുക്കണേ, എന്തെങ്കിലും കാര്യങ്ങളെ കൊടുത്തണേ. ആ കുഞ്ഞു വന്നേ, ചോദിക്കട്ടെ. ഇപ്പൊ സത്യാവസ്ഥ പറഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. പേരെന്തോന്ന് പറഞ്ഞേ? അശ്വതി. സത്യാവസ്ഥ പറഞ്ഞ സന്തോഷമുണ്ട്. കാര്യം ഇല്ല ബോംബെക്കാരൻ പറഞ്ഞ നമ്മള് പെട്ടുപോയെന്ന്. ഞങ്ങളെ വണ്ടി കച്ചവടം ഞാൻ വളിയെ നോക്കട്ടെ. സെക്കൻഡ് ഹാൻഡ് വണ്ടി വല്ലതും കിടപ്പുണ്ടോ എന്റെ അടുത്തോ? എന്റെ അടുത്തൊരു വണ്ടിയുണ്ട്. അല്ല മേടിക്കാനാണോ? പൈസ ഉണ്ടോ കയ്യില്?
അല്ല പിന്നെന്താ ഉദ്ദേശം? എടോ ഇമ്മാതിരി ഓരോ അലമ്പ പരിപാടി സ്റ്റേജിൽ മേലെ കണ്ടോണ്ടല്ലോ. ഇറങ്ങണോ? പിന്നെ ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങി പിന്നെ അമ്മ, ഡേയ്, വാ. Luna's Comedy Super Nite powered by Gopu Nandala G-Mart co-presented by Kairali TMT Steel Bars തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തള്ളേ ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. കൊലയാളിയാണ് ഞാൻ, പക്ഷെ എല്ലാവർക്കും ഞാൻ സമാധാനം കൊടുക്കും. Welcome back to Luna's Comedy Super Nite powered by Gopu Nandala G-Mart co-presented by Kairali TMT Steel Bars. അങ്ങനെ അർജുനും വിഷ്ണുപ്രിയയും വീണ്ടും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവരുടെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത സിനിമ ഏതാണ്? ഇനി റിലീസാനുള്ള മൂവി ജയസൂര്യയുടെ മൂവിയാണ് സുസു സുധീവാത്മീകം. സുധീവാത്മീകം. ഓക്കെ, ജയസൂര്യ എന്ന പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. വിഷ്ണുപ്രിയയുടെ പുതിയ സിനിമ ഞാൻ ഇപ്പൊ ഒരു തമിഴാണ് ചെയ്യുന്നത്. അത് ഭൂമി എന്നാണ് പടത്തിന്റെ പേര്. ഭൂമി. കൊള്ളാലോ, നല്ല പേര്. ഒരു സസ്പെൻസ് ത്രില്ലർ ആണ്. അതില് നായകനായിട്ട് ചെയ്യുന്ന ശാന്തനു, ഭാഗ്യരാജ് സാറിന്റെ മോൻ. അങ്ങനെ അതിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ടായി, സെക്കൻഡ് ഷെഡ്യൂളും പൂർത്തീകരിച്ച് സിനിമ റിലീസായി, ബമ്പർ ഹിറ്റ് ആകട്ടെ. അപ്പൊ എന്തായാലും മലയാള സിനിമയിലും കൂടെ വേണം സജീവമായിട്ട് കേട്ടോ. അങ്ങനെ നല്ല നല്ല വേഷങ്ങൾ വിഷ്ണുപ്രിയയെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ചോദ്യം നല്ല ഉഗ്ര റൗണ്ടാണ്. ശരി, ഓക്കെ. ആദ്യത്തെ ചോദ്യം, കൊലയാളിയാണ് ഞാൻ, പക്ഷെ എല്ലാവർക്കും ഞാൻ സമാധാനം കൊടുക്കും. കൊതുകുതിരി. കൊതുകുതിരിയല്ല. കൊതുകുതിരി എല്ലാവർക്കും സമാധാനം കിട്ടും, കൊല്ലാനാണ്. അല്ലല്ല, അപ്പൊ കൊതുകിന് സമാധാനം ഇല്ലല്ലോ, എല്ലാവർക്കും. കൊതുകിനും കൂടെ സമാധാനം കൊടുക്കുന്നതായിരുന്നു. കൊതുകിന് വരെ സമാധാനം കൊടുക്കണം. എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും, അതിനകത്ത് കൊതുക് ഉൾപ്പെടെ, മനസ്സിലായോ? അറിയോ? അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കും. അറിയോ? പറഞ്ഞോ, അറിയോ? ഞാൻ പറയട്ടെ. ആർക്കെങ്കിലും പറയണോ? ഓഡിയൻസ് ആരെങ്കിലും? ആരും അറിയില്ല? പെയിൻ കില്ലർ. താങ്ക് യു. കറക്റ്റ്. ഇതിപ്പോ പെയിൻ കില്ലർ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് ഇത് അവിടെ തന്നെ ചോദ്യം ഉത്തരം എഴുതി കൊടുക്കുന്നതാണ്. ഇവിടെ എന്തോ അല്ല, എനിക്കറിയാം. പെയിൻ കില്ലർ പറച്ചിൽ കേട്ടാത്തൊന്നും അവളിപ്പോ കണ്ടുപിടിച്ചതാന്ന്. ഇനി അടുത്തങ്ങോട്ട് പറയും. ശരി. പുറത്ത് പച്ച, കടയിലെത്തുമ്പോ കറുപ്പ്, വീട്ടിൽ കൊണ്ടുവരുമ്പോ ഇതിന് ചുവപ്പ് കളറാവും. പുറത്ത് പച്ച, ഇത് കടയിലെത്തുമ്പോ കറുപ്പ്, വീട്ടിലെത്തുമ്പോ ചുവപ്പാവും. അത് നല്ല സംഭവമാണല്ലോ. അല്ലെ, അടിപൊളിയല്ല ചേട്ടാ? ഉത്തരം കേൾക്കുമ്പോ തല്ലാതിരുന്ന ഒരു സാധനമാണോ? ഒരു സാധനം. കടയിൽ വരുമ്പോ ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനം. തേയില. പുറത്ത് പച്ച, കടയിൽ കൊണ്ടുവരുമ്പോ കറക്കും, വീട്ടിലെത്തുമ്പോ ചുവപ്പ് നിറമാവും. ചായയിലിടുമ്പോ കട്ടൻ ചായ. പിന്നെ തീർന്നിട്ടൊന്നുമില്ല. അടുത്ത ചോദ്യം വെച്ചാല്, ഒരു പെൺകുട്ടി ഈ പഴം പച്ചക്കറിയൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ, ആ കടയിലേക്ക് കയറി ചെന്നിട്ട് അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് സ്വാഭാവികമായിട്ട് ചോദിക്കും എന്താ വേണ്ടെന്ന് ചോദിച്ചു. ആ കൂടെ തന്നെ കുട്ടിയുടെ അടുത്ത് വേറൊരാൾ ചോദിച്ചു, ആരാ കൂടെ കാറിലുള്ളത് എന്ന് ചോദിച്ചു. വന്ന കാറ് വെളിയിലുണ്ട്. അപ്പൊ ആരാ കൂടെ കാറിലുള്ളതെന്ന് ചോദിച്ചു. കടയിലുള്ള ചേട്ടൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. രണ്ടിനും കൂടെ ഒരു ഉത്തരവാ പറഞ്ഞേ. എന്തായിരുന്നു അപ്പൊ ഉത്തരം? പഴം പച്ചക്കറി വിൽക്കണ കടയാണ്. അവിടെ ചെന്നിട്ട് ഒരു സാധനം ചോദിക്കുന്നു, കാറിൽ കൂടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അതിനുള്ള ആൻസറുമായി നമ്മൾ രണ്ടിനും കൂടെ ഒരൊറ്റ ആൻസറാ പറഞ്ഞത്. ഇവര് പെട്ടെന്ന് കീഴടങ്ങോ ചേട്ടാ? ഇത് പറ്റില്ല. ആർക്കെങ്കിലും അറിയോ? അവിടെ
പപ്പായ അല്ലേ? പപ്പായ. വണ്ടിയിൽ പപ്പായ. 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 എന്താ വേണ്ടേ പപ്പായ? ഞാൻ പപ്പയെ നല്ല വിളിക്കുന്നത്, അച്ഛൻ എന്നാ വിളിക്കുന്നത്. ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞേ, മനസ്സിലായോ? എന്നാലും ഇത് കുറച്ച് കടുപ്പായി പോയതല്ലേ ഉദ്ദേശിച്ചത്. ശരി, ഇതിനിപ്പോ നിങ്ങൾക്ക് എന്തായാലും ആലോചിച്ചാൽ പറയാൻ പറ്റുന്ന കാര്യം, കേരളത്തിലെ സ്ഥലങ്ങളിൽ, സ്ഥലപ്പേരുകളിൽ ഈ വള്ളി, പുള്ളി, വിസർഗം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലപ്പേര് പറയാം. വള്ളി പുള്ളി ഒന്നുമില്ല. വള്ളി, പുള്ളി, കുത്ത്, കോമ ഇതൊന്നും ഇല്ലാതെ ഒരു സ്ഥലപ്പേര് എഴുതാം. ഒന്നുമില്ലാത്ത വെറുതെ അക്ഷരങ്ങൾ മാത്രമുള്ള അങ്ങനെ കുറെ സ്ഥലപ്പേരുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. കേരളത്തില് പച്ച. പച്ച എന്ന് പറയുന്ന ഉണ്ട്. നന്ദിയോട് പച്ച ഉണ്ടെങ്കിലും ഓക്കെ. ഇതിലെന്തായിരുന്നു? ഇതിൽ ഇഷ്ടംപോലെയുണ്ട്. കരമന, വടകര, ചവറ. കരമന, വടകര, ശരിയാണ്. ചവറ, അങ്ങനെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് പറയണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പച്ച, പാലോട്, നന്ദിയോട്. കറക്റ്റ്. അങ്ങനെ ഒരിടത്ത് ഉത്തരം പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടി എന്റെ ഇന്നത്തെ ഈ ചോദ്യോത്തര പങ്ക്തി ഇവിടെ പര്യവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഡബ് സ്മാഷ് ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷെ കണ്ടിട്ടുണ്ട്. പ്രിയ? ചേട്ടന്മാരുടെ കൂടെ ചിലപ്പോ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ ഒരു ചെറിയൊരു പോർഷൻ, ഓക്കെ, അത് ചെയ്യണം രണ്ടുപേരും കൂടെ. ഭയങ്കര ഹാർഡാണ്. നമ്മുടെ പിന്നെ കൊച്ചിൻ ഹനീഫയും കുളപ്പുള്ളി ലീല ചേച്ചിയും തമ്മിലുള്ള മത്സരിച്ച് അഭിനയിച്ച ഒരു സീക്വൻസ് ആണ്. റെഡി? മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിലും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. സംസാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ നീയൊക്കെ ധാരാവി കേട്ടിട്ടുണ്ട? സാല കുത്തെ കമീനെ ഉല്ലുക്ക പട്ട കുത്തേക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. എടാ നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോൾ അവന്റെ ഒരു കഥാപ്രസംഗം. തള്ളേ, ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. അയ്യോ. Luna's Comedy Super Nite powered by Gopu Nandala G-Mart, co-presented by Kairali TMT Steel Bars തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT Steel Bars, ഇത് കലക്കിട്ട ബ്രോ. എടാ നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോൾ അവന്റെ ഒരു കഥാപ്രസംഗം. തള്ളേ, ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. അയ്യോ. കൈരളി TMT Steel Bars, ഇത് കലക്കിട്ട ബ്രോ. Welcome back to Luna's Comedy Super Nite powered by Gopu Nandala G-Mart, co-presented by Kairali TMT Steel Bars. ഉഗ്രൻ ഡബ് സ്മാഷ് ആയിരുന്നു ചെയ്തത്. എനിക്ക് തോന്നുന്നു അവര് ചെയ്ത അതേ പവറിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. താങ്ക് യു വിഷ്ണുപ്രിയ, താങ്ക് യു അർജുൻ. Luna's Comedy Super Nite powered by Gopu Nandala G-Mart, co-presented by Kairali TMT Steel Barsന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.